നമസ്കാരം. ചലഞ്ചർ ആപ്പിന് യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. 2024 10th പ്രിലിംസ് പരീക്ഷ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും ശ്രദ്ധയ്ക്ക് ഡിസംബർ മാസം 28-ാം തീയതി പരീക്ഷയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ അതിന്റെ ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. 28-ാം തീയതി പരീക്ഷ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ഇന്ന് ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ടാവുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നിങ്ങളുടെ പരീക്ഷ എന്നാണോ അതിന്റെ 15 ദിവസം മുമ്പ് മാത്രമാണ് ഹാൾ ടിക്കറ്റ് വരിക. നമുക്ക് എല്ലാവർക്കും അറിയാം, സ്റ്റേജ് 1 നടക്കുന്ന ഡിസംബർ 28-നാണ്, സ്റ്റേജ് 2 ജാനുവരി 11-നാണ്, സ്റ്റേജ് 3 ജാനുവരി 25, സ്റ്റേജ് 4 ഫെബ്രുവരി മാസം 8-ാം തീയതി. അപ്പോൾ ഡിസംബർ 28-ന്റെ പരീക്ഷയ്ക്ക് ഹാൾ ടിക്കറ്റ് വന്നില്ല എന്ന് വിചാരിച്ച് ആരും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് അടുത്ത സ്റ്റേജിലോ അല്ലെങ്കിൽ ഈ ഒരു 4 ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിലായിരിക്കും നിങ്ങളുടെ പരീക്ഷ. നിങ്ങൾക്ക് ഏത് ഘട്ടത്തിലാണ് പരീക്ഷ എന്നുള്ളത് അതിന് 15 ദിവസം മുമ്പ് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഏത് ഘട്ടത്തിലും പരീക്ഷ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. ഡിസംബർ 28-ന് ആർക്കൊക്കെ പരീക്ഷയുണ്ട് എന്നുള്ളത് ഇപ്പോൾ പ്രൊഫൈലിൽ മെസ്സേജ് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലായി കാണും. അവർക്ക് പരീക്ഷകൾക്ക് മാത്രമാണ് ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ടാവുക. ബാക്കിയുള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പരീക്ഷയുടെ 15 ദിവസം മുമ്പ് നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ സെക്രട്ടേറിയറ്റ് OA, അതുപോലെ തന്നെയാണെങ്കിൽ ലാബ് അസിസ്റ്റന്റ് ടൈം കീപ്പർ, സ്റ്റോർ കീപ്പർ, അത് കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനിലോട്ടും കേരള സ്റ്റേറ്റ് ഫീൽഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിലോട്ടും ഓക്കെ രണ്ടിലോട്ടുള്ള സ്റ്റോർ കീപ്പർ, പിന്നെ അസിസ്റ്റന്റ് ടൈം കീപ്പർ, ലാബ് അസിസ്റ്റന്റ്, സെക്രട്ടേറിയറ്റ് OA, ഈ 5 തസ്തികകളിലോട്ടാണ് 2024 10th പ്രിലിംസ് പരീക്ഷ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 5 തസ്തികകൾക്കും അപേക്ഷിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കൊക്കെ 5 തസ്തികൾക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിന് അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികൾക്കായാൽ പോലും ഒരു പക്ഷേ നിങ്ങൾക്ക് ഡിസംബർ 28 പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ടാവാം. ഒരു പെർട്ടിക്കുലർ കാറ്റഗറിക്ക് മാത്രം ഡിസംബർ 28-ന്, അടുത്ത തസ്തികയ്ക്ക് മറ്റൊരു ദിവസം, അങ്ങനെയല്ല. എല്ലാവർക്കും ഒരുമിച്ച് തന്നെയാണ് പരീക്ഷ. എല്ലാവരും ഒരുമിച്ച് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് വിവിധ ഘട്ടങ്ങളിലായിക്കൊണ്ട് പരീക്ഷ നടത്തുന്നത് മനസ്സിലാക്കാം. എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നു വിചാരിക്കുന്നു. ചലഞ്ചർ ആപ്പ് എല്ലാ ദിവസവും രാവിലെ 5 മണി തൊട്ട് രാത്രി 9 മണി വരെ നമ്മൾ ഡെയിലി എക്സാം 100 മാർക്കിന്റെ മാതൃകാ പരീക്ഷ നടത്തുന്നുണ്ട്. ഈ മാതൃകാ പരീക്ഷ നിലവിൽ കഴിഞ്ഞ PSC പരീക്ഷകളിൽ, അതായത് LGSന്റെയും LDCയുടെയും ഒക്കെ അതേ മാതൃകയിൽ ആ ട്രെൻഡിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ 100 മാർക്കിന് മാതൃകാ പരീക്ഷ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ 10th പ്രിലിംസിന്റെ, അതായത് സെക്രട്ടേറിയറ്റ് OA, ലാബ് അസിസ്റ്റന്റ് ഒക്കെ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ ദിവസവും രാവിലെ 5 മണിന്റെയും 9 മണിന്റെയും ഇടയിൽ വന്ന് ഈ പരീക്ഷ എഴുതാൻ വേണ്ടി ശ്രമിക്കാം. ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന ഈ പരീക്ഷയിൽ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുമ്പോൾ ഏറെക്കുറെ മിനി PSC പരീക്ഷ എഴുതുന്ന ഫീൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ നിലവിലുള്ള സ്റ്റാറ്റസ് എന്താണ്, അക്കാഡമിക് സ്റ്റാറ്റസ് എന്താണ്, എത്രത്തോളം മുന്നിലാണ്, എത്രത്തോളം പിറകിലാണ് എന്നൊക്കെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ മാതൃകാ പരീക്ഷ ഡെയിലി എക്സാം എന്ന് പറയുന്നത്. എല്ലാ ഉദ്യോഗാർത്ഥികളും ഇത് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അതോടൊപ്പം തന്നെയാണെങ്കിൽ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ദിവസവും നമ്മൾ വൈകുന്നേരം 6 മണിക്ക് ടോപ്പിക് എക്സാം നടക്കുന്നുണ്ട്. ഓരോ ദിവസവും വിവിധ ടോപ്പിക്കുകളിലാണ് പരീക്ഷ നടക്കുന്നത്. 7 ദിവസത്തേക്കുള്ള ടൈം ടേബിൾ അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ടോപ്പിക് എക്സാം എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് റിവിഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.